ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് വൺ ഡേ ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എവിടെയാണെന്ന് നമ്മൾ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ വൺ ഡേ ട്രിപ്പ് ആഗ്രഹിക്കുന്നവരും പോകാൻ ഇഷ്ടമുള്ളവരെന്തായാലും ഈ സ്ഥലത്ത് ടൂ വീലറിൽ തന്നെ പോവുക. കുറച്ച് ദൂരമുണ്ട്. നമ്മളൊരു രാവിലെ ഒരു 7:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. രാവിലെ പോകുമ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിലാണ് പോയത്. നമ്മളൊപ്പം വേറെ ഒരു നമ്മുടെ റിലേറ്റീവ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 6 ആളായിട്ടാണ് പോകുന്നത്. വണ്ടിയിൽ പോകുന്ന വഴിക്കെല്ലാം അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളും ഇതെല്ലാം നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം അടിപൊളിയായിട്ട് എന്താ പറയണ്ട കാഴ്ചകൾ കണ്ടാണ് പോയത്. റബ്ബർ തോട്ടങ്ങളും എല്ലാം കണ്ടാണ് പോയത്. അപ്പോൾ വൺ ഡേ ട്രിപ്പ് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. കണ്ണൂർ താമസിക്കുന്നവർക്കാണെങ്കിൽ എളുപ്പമായിരിക്കും, നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ശ്രീകണ്ഠാപുരം എങ്ങാണ്ട് എത്തിയ സമയത്ത് ഈ ഒരു വ്യൂ കണ്ടിട്ട് നമ്മൾ അവിടെ നിർത്തി വണ്ടി നിർത്തിയിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ കുറേ നേരം അവിടുത്തെ കാഴ്ചകളും കണ്ടു നിന്നു. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തായിരുന്നു. പിന്നെ അവിടെ നമ്മൾ കുറേ നേരം നിന്നു. അവിടെ കുറേ നേരം തന്നെ സ്പെൻഡ് ചെയ്തു. അവിടെ തന്നെ ആ ഒരു സ്പോട്ട് കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. നിങ്ങൾക്കും ഇതിൽ കണ്ടാൽ മനസ്സിലാവും എത്ര നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണെന്ന്. പോകുന്ന വഴിക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ അവിടെ ഒന്ന് ചവിട്ടി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്താണ് പോയത്. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ സ്ഥലം എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ അതാ നമ്മളെല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ 4 ആൾ, ഈ ചേച്ചിയും പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരേട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒപ്പരാണ് പോയത്. അങ്ങനെ നമ്മൾ സ്ഥലം എത്തി. ഏത് സ്ഥലമെന്നറിയില്ലേ? ഏഴരക്കുണ്ട് വാട്ടർഫോൾസിലാണ് നമ്മൾ അവിടെ എത്തിയത്. നമ്മൾ ആ ഏഴരക്കുണ്ട് വാട്ടർഫോൾസിൽ നമ്മളൊരു 11 ഒരു 10:30 ആകുമ്പോഴത്തേനും അതിനുള്ളിലോട്ട് കയറി. 10 മണി ആ ഒരു ടൈമിൽ നമ്മൾ ഉള്ളിലോട്ട് കയറി. നമ്മൾ ഉള്ളിലോട്ട് കയറി ചെന്നതും ഗൈസ് ഒടുക്കത്തെ മഴയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ. അതുകൊണ്ടാണ് വീഡിയോസെല്ലാം നമുക്ക് ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞത്. കുടയെല്ലാം പിടിച്ച് ഒക്കെയാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. അടിപൊളി വൈബാണ് ഗൈസ്. അവിടെ നമ്മളെല്ലാവരും കണ്ടില്ലേ, മഴയിൽ നമ്മൾ ഇട്ടിട്ട് പോകേണ്ട ഡ്രസ്സും കാര്യങ്ങളെല്ലാം ബാഗിനകത്ത് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇങ്ങനെയൊക്കെ വൈബ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ സ്ഥലം മിസ് ചെയ്ത്. ഏഴരക്കുണ്ട് വാട്ടർഫോൾസാണ്. എന്തായാലും ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അങ്ങനെ നമ്മൾ പോവാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അവിടെ നിന്ന് കുളിക്കുന്ന സ്ഥലത്തോട്ടേക്ക് പോകാൻ കുറച്ച് ദൂരം നടന്ന് പോകണം. കാട്ടിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടക്കാണ്. നടന്ന് പോകണം. മഴയായതുകൊണ്ട് പാറയും കാര്യങ്ങളെല്ലാം നല്ല വഴുക്കലായിരുന്നു. എന്നാലും സൂക്ഷിച്ച് നടന്ന് അവിടുത്തെ കാഴ്ചകൾ തന്നെ കാണാൻ ഒരുപാടുണ്ട്. മറ്റേ ഈ രക്തം കുടിക്കുന്ന അട്ടയില്ലേ, ആടെ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. കാരണം കുറച്ച് നല്ല വലിപ്പമുള്ള വഴിയായിരുന്നു. അതുകൊണ്ട് ആടെയൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മളെ നാട്ടിലെല്ലാം അട്ടേനെ കൊളയട്ട എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എന്തായാലും ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് ആ അട്ട കടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെല്ലാം NSSൻ്റെ ക്യാമ്പിനെല്ലാം പോകുന്ന സമയത്ത്, ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്നെ കടിച്ചിട്ടുണ്ട്. നിങ്ങളെ കടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ വലിഞ്ഞു തൂങ്ങി കുറേ നേരം നടന്ന് അതാ കുളിക്കുന്ന സ്ഥലത്തെത്തി ഗൈസ്. ഭയങ്കര തണുപ്പായിരുന്നു. കാരണം മഴയും കൂടെ പെയ്യുന്ന കണ്ടിട്ട് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. നമുക്ക് മഴ പെയ്യുന്ന കാരണമാണ് സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇങ്ങനെയല്ല എടുക്കാൻ സാധിച്ചത്. എന്നാലും നല്ലപോലെ എടുക്കാൻ സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളും കുളിക്കാനായിട്ട് ഇറങ്ങി. അവിടെ അതാ കയറെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നീന്താൻ അറിയുന്നുള്ളവർ ലൈഫ് ജാക്കറ്റ് ഇടണമെന്നില്ല, അല്ലാത്തവർ ഇടുന്നുണ്ട്. കാരണം മഴയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ശക്തിയിലാണ്, നല്ല ഒഴുക്കിലാണ് വെള്ളം വരുന്നത്. അവിടെ ഒരു കയറെല്ലാം കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കൂടുതൽ പോവാതിരിക്കാനാണ് അവിടെ അങ്ങനെ കയറെല്ലാം കെട്ടി വെച്ച്. ആ കുളിക്കുന്നതിന് അടിയിൽ തന്നെ, നമ്മൾ കുളിക്കുന്നതിന് ഇറങ്ങുന്ന അടിയിൽ തന്നെ നല്ല എന്ന് പറഞ്ഞാൽ പാറകളും കുറച്ച് സ്ഥലത്ത് പോകുമ്പോൾ പാറയും കുറച്ച് സ്ഥലത്ത് പോകുമ്പോൾ എന്ത് പറയേണ്ടത് ഈ മണ്ണെല്ലാണ്. പാറയിലൊക്കെ കയറുന്നതാണെങ്കിൽ ഭയങ്കര വഴുക്കലാണ് ഗൈസ്. ഇറങ്ങിയപ്പോൾ എന്ത് തണുപ്പെന്നറിയാം ഗൈസ്. ഭയങ്കര തണുപ്പായിരുന്നു. നല്ലോണം വിറച്ചിട്ടായിരുന്നു. കുറേ ആളുകളുണ്ടായിരുന്നു അവിടെ. മഴയെങ്കിലും എന്തായാലും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളി ശക്തിയിലാണ് വെള്ളവും വരുന്നത്. കാരണം നല്ല ഒഴുക്കായിരുന്നു. അപ്പോൾ നീന്താൻ അറിഞ്ഞുകൂടാത്തവരൊന്നും ലൈഫ് ജാക്കറ്റൊന്നും ഇല്ലാണ്ട് വന്ന് ചെന്ന് ചാടരുത്. അപ്പോൾ നമ്മുടെ നായകനായിട്ടുള്ള സരവാണ് നമ്മളത് നയിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നില്ലേ. നമ്മളെല്ലാവരും കൈപിടിച്ചാണ്
നടന്ന് കുറച്ച് ഉള്ളിലോട്ട് പോവാണ്. ആ സമയത്ത് കുറച്ച് ശക്തിയിൽ ആ വെള്ളം ഒഴുക്കൽ കുറച്ച് കുറഞ്ഞായിരുന്നു മഴ പോയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താക്കാനാ, വെള്ളം നമ്മളെ ബാക്കോട്ട് വലിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉന്തിത്തള്ളി, നമ്മുടെ നായകനായ സാരോ നമ്മളെ ഉന്തിത്തള്ളി കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഒച്ചയും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറഞ്ഞാൽ ആ ഫീല് മനസ്സിലാവും. അടിപൊളി വൈബാണ്. കുറേ നേരം നമ്മൾ ആ വെള്ളത്തിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. കാണുന്നില്ലേ നമ്മുടെ ആഹ്ലാദം കാണുന്നില്ലേ, തെറ്റിപ്പോയി, ആഹ്ലാദം കാണുന്നില്ലേ. വെള്ളം കണ്ടിട്ടില്ലാത്തവരെ പോലെയാണ് കിടന്ന് കളിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പാറയെല്ലാം വഴിക്ക് പിന്നെയും കുറച്ചിങ്ങനെ ശക്തി കൂടിയിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിന്. മഴ പെയ്യുന്നതിനനുസരിച്ച് നല്ല ശക്തി കൂടുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ തിരിച്ചു പോവാണ് അടുത്ത്. ആ വഴിക്ക് കുറച്ചിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം ഇങ്ങനെ വരുന്ന കണ്ടിട്ട് ആടെ ഇരുന്ന് കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് വരാൻ വേണ്ടി സമയത്ത് ഇതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതേ സ്ഥലത്തോടെയാണ് വന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഈ സ്ഥലത്തൊന്ന് പോവാനായിട്ട് നോക്കുക. കണ്ണൂർ താമസിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചേ ഉള്ളൂ പോവാൻ. അല്ലാത്തവരെന്തായാലും വൺ ഡേ ട്രിപ്പെല്ലാം ഇങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ സ്ഥലം എന്തായാലും മിസ് ചെയ്യരുത്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.